പ്രിയ കുട്ടികളെ, എല്ലാവർക്കും ഉഷാസ് അക്കൗണ്ടിങ് സ്കൂളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സെക്കൻഡ് ഇയറിലെ അക്കൗണ്ടൻസിയാണ് നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത്. അതായത് നമുക്ക് സ്റ്റേറ്റും CBSEയും അതുപോലെ തന്നെ ISCയിലെ കുട്ടികൾക്കും കൂടിയുള്ള ഒരു ടോപ്പിക്കാണ് പാർട്ട്ണർഷിപ്പ്. അപ്പോൾ ആ പാർട്ട്ണർഷിപ്പാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. ആ പാർട്ട്ണർഷിപ്പ് ആകുമ്പോൾ 3 കൂട്ടർക്കും അതുണ്ട്. CBSEക്കും ISCക്കും വരുമ്പോൾ കമ്പനി അക്കൗണ്ടും അതുപോലെ തന്നെ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും വരും. അത് നമുക്ക് സെപ്പറേറ്റ് വേറെ എടുക്കാം. ഇപ്പൊ കോമൺ ആയിട്ട് പാർട്ട്ണർഷിപ്പ് ഇപ്പൊ 3 കൂട്ടർക്കും അത് ഉപകാരപ്രദമായിരിക്കും. 3 കൂട്ടർക്കും ഒരേപോലെയാണ് പാർട്ട്ണർഷിപ്പ് വരുന്നത്. പാർട്ട്ണർഷിപ്പ് നിങ്ങൾ ബിസിനസ് സ്റ്റഡീസിൽ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. പാർട്ട്ണർഷിപ്പ് തിയറി നമ്മൾ മൊത്തം അവിടെ നിങ്ങൾ ബിസിനസ് സ്റ്റഡീസിൽ പഠിച്ചത് കൊണ്ട് ഇവിടെ നമുക്ക് പറയുന്നില്ല. ഇവിടെ നമുക്ക് പ്രോബ്ലം മാത്രമേ നമ്മൾ ചെയ്തു പോകുന്നുള്ളൂ. എങ്കിലും പാർട്ട്ണർഷിപ്പ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആക്ട് ഏതാന്ന് നിങ്ങൾക്കറിയാം. ഏതാ? 1932 ആക്ട് അനുസരിച്ചാണ് പാർട്ട്ണർഷിപ്പ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ കാണുന്ന ഏതൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആണെങ്കിലും അതിന്റെ ഡീഡൊക്കെ നിങ്ങൾ ബിസിനസ് സ്റ്റഡീസിൽ പഠിച്ചുകൊണ്ട് ഇവിടെ ഞാനത് പറയുന്നില്ല. പാർട്ട്ണർഷിപ്പിലെ എല്ലാ എഗ്രിമെന്റും ഫസ്റ്റ് ഇയറിൽ ബിസിനസ് സ്റ്റഡീസിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് പ്രോബ്ലം ആണ് സെക്കൻഡ് ഇയറിൽ ആവശ്യമുള്ളൂ. അപ്പോൾ 1932 ആക്ട് അനുസരിച്ചാണ് പാർട്ട്ണർഷിപ്പ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ ആക്ട് അനുസരിച്ച് പാർട്ട്ണർഷിപ്പ് ഫേമില് ഏതൊക്കെ അക്കൗണ്ടുകളാണ് പാർട്ട്നേഴ്സിന് വേണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് പാർട്ട്ണർഷിപ്പില് 2 മെത്തേഡിലാണ് പാർട്ട്നേഴ്സിന് വേണ്ടിയിട്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. 2 മെത്തേഡിലാണ്. ഫസ്റ്റ് മെത്തേഡ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്, സെക്കൻഡ് മെത്തേഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. നിങ്ങൾ 2 മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ നിങ്ങളോട് എക്സാമിന് ചോദിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. അണ്ടർ ദി ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് there are 2 accounts are open for each partner, that is capital account and current account. Capital account is only recorded in the capital invested by the proprietor. But in the case of current account, it maintains all the adjustments. That is salary, commission, interest on capital, share of profit, then drawings, interest on drawings, etc. അപ്പോൾ 2 അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യും, ക്യാപിറ്റൽ അക്കൗണ്ടും കറന്റ് അക്കൗണ്ടും. ക്യാപിറ്റൽ അക്കൗണ്ടില് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. കറന്റ് അക്കൗണ്ടിലാണ് ബാക്കി വരുന്ന എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്കത് എങ്ങനെയാ വരുന്നതെന്ന് നോക്കാം. അപ്പൊ ആദ്യം ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണ് നമ്മൾ പറയുന്നത്. ഈ മെത്തേഡ് അനുസരിച്ച് ക്യാപിറ്റൽ അക്കൗണ്ടും നമ്മൾ ഓപ്പൺ ചെയ്യും, അതുപോലെ തന്നെ കറന്റ് അക്കൗണ്ടും നമ്മൾ ഓപ്പൺ ചെയ്യും. ഇവിടെ നമ്മൾ പാർട്ട്ണർഷിപ്പ് പഠിക്കുമ്പോൾ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മള് എല്ലാ പാർട്ട്നേഴ്സിനും വേണ്ടിയിട്ടേ കമ്പൈൻ ചെയ്ത് വരച്ചാൽ മതി എന്ന് പറഞ്ഞ ഇപ്പൊ എയും ബിയും സിയും 3 പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി സെപ്പറേറ്റ് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുത്തിട്ട് 3 പേരുണ്ടെങ്കിൽ നമ്മൾ 3 പേരുടെയും കോളം കൊടുക്കും. ഇതുപോലെ 2 സൈഡിലും 3 പേരുടെയും കോളം കൊടുത്തിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇങ്ങനെ വരയ്ക്കുന്നതാണ് നമ്മൾ കമ്പൈൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് കേട്ടോ. കമ്പൈൻഡ് ക്യാപിറ്റൽ മെത്തേഡിൽ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചാൽ മതി. അപ്പൊ എത്ര പാർട്ട്നേഴ്സ് ഉണ്ടോ അത്രയും കോളം നമ്മൾ 2 സൈഡിലും പ്രൊവൈഡ് ചെയ്താൽ മതി. അപ്പൊ ഇപ്പൊ ഞാനിവിടെ സിംഗിൾ ആയിട്ടാണ് വരച്ചിരിക്കുന്ന ഐറ്റംസ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. കണക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണിച്ചു തരാം കമ്പൈൻ ആയിട്ട് വരയ്ക്കുന്നത്. ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ടില് സ്റ്റാർട്ട് ചെയ്യുന്നത് ബൈ ക്യാഷ് ഓർ ബൈ ബാലൻസ് ബ്രോഡ് ഒന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ പുതിയ ആള് ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ക്യാപിറ്റലാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ആദ്യം. ഇനി ഇവിടെ വരുന്നത് ഇഫ് ദർ ഈസ് എനി അഡീഷണൽ ക്യാപിറ്റൽ, ഇടയ്ക്ക് വെച്ച് എപ്പോഴെങ്കിലും അയാള് ഫേമിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇവിടെ എഴുതും.
ബൈ ക്യാഷ്. അപ്പൊ ഇവിടെ എഴുതുമ്പോ നിങ്ങൾക്ക് ഈ ടെക്സ്റ്റിലെ ബൈ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് കണ്ടാൽ ഡൗട്ട് വരണ്ട. ബൈ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് എഴുതാം, അല്ലെങ്കിൽ ബൈ ക്യാഷ് എന്ന് എഴുതാം. ക്യാപിറ്റൽ നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ടാവും, അത് വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് നമ്മൾ ആദ്യം എഴുതുന്നത്. ഇനി ക്വസ്റ്റ്യനില് അഡീഷണൽ ക്യാപിറ്റൽ അയാൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ബൈ ക്യാഷ് എന്ന് പറഞ്ഞ് എഴുതും. ഇനി നമ്മൾ ഇവിടെ എഴുതാം ഡ്രോയിങ്സ്. ഓർത്ത് വെക്കേണ്ടത്, ഇവിടെ നമുക്ക് ഡ്രോയിങ്സ് എന്ന് എഴുതണമെങ്കിൽ ഇത് ഓൺലി ഫ്രം ക്യാപിറ്റൽ, വിഡ്രോവൽ ഫ്രം ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഇവിടെ ഡ്രോയിങ്സ് എഴുതാവൂ കേട്ടോ. അല്ലാതെ വെറുതെ ഡ്രോയിങ്സ് ഹി വിഡ്രോ അല്ലെങ്കിൽ ഡ്രോയിങ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇവിടെ എടുത്തുകൂടാ. ക്യാപിറ്റൽ അതൊക്കെ സ്പെസിഫൈ ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കും, ഹി വിഡ്രോ ഫ്രം ഹിസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മൾ ഇവിടെ എഴുതുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഡ്രോയിങ്സ് ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല. ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇനി നമ്മളിത് ബാലൻസ് ചെയ്യും. ഈ സൈഡ് നമ്മൾ ടോട്ടൽ ചെയ്യും. ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്ത് ബാലൻസ് ചെയ്യും. ബാലൻസ് ക്യാരി ഡൗൺ എന്നും പറഞ്ഞ് നമ്മൾ അതിവിടെ എഴുതാം. അപ്പൊ ഈ അഡീഷണൽ ക്യാപിറ്റലും വിഡ്രോവൽ ഫ്രം ക്യാപിറ്റലും ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഓപ്പണിംഗ് ഡേറ്റിൽ, അപ്പൊ 1 ജാനുവരി ഓപ്പണിംഗ് ഡേറ്റിലാണ് നമ്മളിവിടെ ബ്രോ ഡൗൺ ചെയ്തിരിക്കുന്നത്. ഇവിടെ ക്ലോസിംഗ് ഡേറ്റ് ആണ്. അപ്പൊ ഈ ഓപ്പണിംഗിലെ ബാലൻസ് തന്നെയായിരിക്കും ഈ ക്ലോസിംഗിൽ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി അപ്പൊ 2 അക്കൗണ്ട് ആണ് ഓപ്പൺ ചെയ്യുന്നത്, ക്യാപിറ്റൽ അക്കൗണ്ടും കറന്റ് അക്കൗണ്ടും. ഇനി നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ അക്കൗണ്ട് ആണ് കറന്റ് അക്കൗണ്ട്. അപ്പൊ അതായത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡില് ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യും, കറന്റ് അക്കൗണ്ടും നമ്മൾ ഓപ്പൺ ചെയ്യും. ഈ കറന്റ് അക്കൗണ്ടിലാണ് ആ പാർട്ട്നേഴ്സിന്റെ എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും വരുന്നത്. എന്ന് പറഞ്ഞാൽ കറന്റ് അക്കൗണ്ട് നമുക്ക് ബാലൻസ് ക്വസ്റ്റ്യന് തന്നാൽ നമ്മൾ ഇവിടെ എഴുതും. അതായത് കറന്റ് അക്കൗണ്ട് ബാലൻസ് CR എന്ന് ബ്രാക്കറ്റിൽ തന്ന, അതായത് കറന്റ് അക്കൗണ്ട് ബാലൻസ് ക്രെഡിറ്റ് ആണെങ്കിൽ നമ്മൾ ബൈ ബാലൻസ് BD എന്ന് പറഞ്ഞ് എഴുതും. കറന്റ് അക്കൗണ്ടിന്റെ ബാലൻസ് ക്വസ്റ്റ്യനിലെ മക്കൾക്ക് DR എന്നാണ് ബ്രാക്കറ്റ് തന്നിരിക്കുന്നതെങ്കിൽ അത് നമ്മൾ ഇവിടെ ആയിരിക്കും എഴുതുന്നത് കേട്ടോ. ടു ബാലൻസ് BD ബ്രോ ഡൗൺ. നമുക്ക് തരുന്ന ബാലൻസ് എപ്പോഴും കുട്ടികൾ തെറ്റിക്കുന്നതാണ് ഈ BDയും CD ഒക്കെ മാറ്റി എഴുതാം. അപ്പൊ അവിടെ ഇപ്പൊ മുതലേ സ്റ്റാർട്ടിങ് മുതലേ ഓർത്ത് വെക്കുക, BD മീൻസ് നമുക്ക് ഗിവൺ ആണ്, നമുക്ക് തരുന്ന ബാലൻസ് ആണ് BD. നമ്മൾ കണ്ടുപിടിക്കുന്നത്, നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞ് കണ്ടുപിടിക്കുന്നതാണ് ബാലൻസ് CD. മറ്റേ സൈഡിന്റെ ഒപ്പം ഈ സൈഡിൽ എത്താൻ എമൗണ്ട് അത്രയും ക്യാരി ചെയ്യണം. അതാണ് ബാലൻസ് ക്യാരി ഡൗൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 സൈഡും തമ്മിലുള്ള ഡിഫറൻസ് ആണല്ലോ ബാലൻസ് ക്യാരി ഡൗൺ. അപ്പൊ കൂടുതലുള്ള സൈഡിന്റെ ഒപ്പം മറ്റേ സൈഡ് എത്തണമെങ്കിൽ ആ എമൗണ്ട് ക്യാരി ചെയ്യുന്നു. അതാണ് ക്യാരി ഡൗൺ കൊണ്ട് മീൻ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ തെറ്റിക്കരുത്. സ്റ്റാർട്ടിങ് മുതലേ ബ്രോ ഡൗണും ക്യാരി ഡൗണും ശരിയാക്കി പൊക്കോളണം. അപ്പൊ നമ്മൾ കറന്റ് അക്കൗണ്ടില് ബൈ ബാലൻസ് BD എന്ന് പറഞ്ഞ് ഇവിടെ നമ്മൾ ക്രെഡിറ്റ് ബാലൻസ് ആണ് ഇവിടെ എഴുതാം, ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ഇവിടെ എഴുതാം. ഇനി നമ്മൾ കറന്റ് അക്കൗണ്ടിൽ എഴുതുന്ന സംഭവങ്ങള്, സാലറി, ഏതെങ്കിലും പാർട്ട്നേഴ്സിന് ശമ്പളം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇവിടെ എഴുതും. ഇപ്പൊ നമ്മൾ കമ്പൈൻ ചെയ്താണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പൊ ശമ്പളം കൊടുത്തിരിക്കുന്നത് ഇപ്പൊ Aക്ക് മാത്രമേ ശമ്പളം കൊടുത്തിട്ടുള്ളൂ, Bക്ക് ശമ്പളം കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ സാലറി എന്ന് പറഞ്ഞ് Aയുടെ കോളത്തിൽ എഴുതും. അതുപോലെ തന്നെ അടുത്ത ഐറ്റം കമ്മീഷൻ. കമ്മീഷനും ഇവിടെയാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ കമ്മീഷൻ കൊടുത്തിരിക്കുന്നത് ഇപ്പൊ Bക്കും Cക്കും കമ്മീഷൻ ഉണ്ടെങ്കിൽ ആരുടെക്കൊക്കെ കമ്മീഷൻ കൊടുക്കുന്നുണ്ടോ കമ്മീഷൻ എഴുതിയിട്ട് അവരുടെ കോളത്തിൽ ആ എമൗണ്ട് എഴുതും. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അതായത് അവര് കൊണ്ടുവന്നിരിക്കുന്ന ഈ ക്യാപിറ്റലിന്, ആ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ എഴുതിയേക്കണ ബാലൻസ് ഇല്ലേ, ആ ക്യാപിറ്റൽ, ഇതിനാണ് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന് ആ ക്യാപിറ്റൽ എത്ര മാസം ഉണ്ടായിരുന്നോ അതനുസരിച്ച് വേണം നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അത് നമ്മൾ അടുത്തത് പഠിക്കും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്ക് ഇനി അടുത്തത് പഠിക്കാനുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഴുതും. പിന്നെ നമ്മൾ ഇവിടെ എഴുതുന്നത് ഷെയർ ഓഫ് പ്രോഫിറ്റ്. പ്രോഫിറ്റിന്റെ ഷെയർ അത് നമ്മൾ ഇവിടെ എഴുതും. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റല്, കമ്മീഷൻ, സാലറി, ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ഇവിടെ എഴുതും. ഇനി കറന്റ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എഴുതും ഡ്രോയിങ്സ്. എന്നുവെച്ചാൽ ഡ്രോയിങ്സ് മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവര് വിഡ്രോ ചെയ്തേക്കേണ്ട ക്യാപിറ്റലിൽ നിന്നല്ല, പ്രോഫിറ്റ് ഒക്കെ വിഡ്രോ ചെയ്യുമ്പോഴാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഡ്രോയിങ്സ് നമ്മൾ ഇവിടെ എഴുതും.
ഇവിടെ എഴുതുന്നത് ഡ്രോയിങ്സ് ഫ്രം ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മാത്രമാണ്. ഡ്രോയിങ്സ് മാത്രം പറഞ്ഞാൽ കറന്റ് അക്കൗണ്ടിൽ എടുക്കാവൂ. ഇനി നമ്മൾ ഈ സൈഡിൽ എഴുതും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഈ വിഡ്രോ ചെയ്ത എമൗണ്ടിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇവിടെ എഴുതും. ഇനി ഫേമിന് ലോസ് ആയിരുന്നുവെങ്കിൽ അത് നമ്മൾ ഇവിടെ എഴുതും. ഷെയർ ഓഫ് ലോസ് എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ എഴുതും. അങ്ങനെ എല്ലാ സംഭവങ്ങളും നമ്മൾ കറന്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതിനുശേഷം നമ്മൾ ഹലോ, അപ്പൊ ഒരു കോള് വന്നത് കൊണ്ടേ ക്ലാസ് കട്ടായി. അപ്പൊ ഞാൻ ആദ്യം മുതൽ ഒന്നും കൂടി പറയാണ് നിങ്ങൾക്ക്. ഈ സൈഡിൽ നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞിരുന്നു. അപ്പൊ ഈ സൈഡിൽ നമ്മൾ പറഞ്ഞു ഡ്രോയിങ്സ്, അതായത് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡ്രോയിങ്സ് ഇവിടെ വരും, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇവിടെ വരും, ഷെയർ ഓഫ് ലോസും നമ്മൾ ഈ സൈഡിലാണ് എഴുതുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ കൂട്ടുന്ന സംഭവങ്ങളെല്ലാം ഇവിടെ അല്ലേ നോക്കി. അങ്ങനെ ഓർത്താൽ മക്കൾക്ക് എളുപ്പമാണ്. ക്യാപിറ്റൽ കൂട്ടുന്ന സംഭവങ്ങളെല്ലാം ഇവിടെ, ക്യാപിറ്റൽ കുറയുന്ന സംഭവങ്ങളാണ് നമ്മൾ ഈ കറന്റ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എഴുതുന്നത് കേട്ടോ. കറന്റ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ക്യാപിറ്റൽ കുറയുന്നതും ക്രെഡിറ്റ് സൈഡിൽ ക്യാപിറ്റൽ കൂടുന്നതുമാണ്. ഇനി ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പറഞ്ഞിരുന്നു ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇവിടെ എഴുതുന്നു പറഞ്ഞു, അല്ലെങ്കിൽ ഷെയർ ഓഫ് ലോസ് ഇവിടെ എഴുതുന്നു പറഞ്ഞു. അപ്പൊ ഉണ്ടല്ലോ ഈ പ്രോഫിറ്റ് നമുക്ക് ഇവിടെ എഴുതണം എന്നുണ്ടെങ്കിലേ നമുക്ക് ക്വസ്റ്റ്യൻ ഇല്ല. നിങ്ങൾക്ക് തരുന്ന നെറ്റ് പ്രോഫിറ്റ് ബിഫോർ എന്ന് തരാം, അല്ലെങ്കിൽ ആഫ്റ്റർ എന്ന് തരാം. അപ്പൊ തരുന്ന നെറ്റ് പ്രോഫിറ്റ് ബിഫോർ എന്നാണ് തരുന്നതെങ്കിൽ, ബിഫോർ ആണ് നമുക്ക് തരുന്നതെങ്കിൽ, ഇപ്പൊ ബിഫോർ ആണ് നെറ്റ് പ്രോഫിറ്റ് നമുക്ക് 14,000 തന്നേക്കണത്. അങ്ങനെ പറഞ്ഞാൽ മക്കൾ മസ്റ്റ് ആയിട്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇത് ഫേമിന്റെ അക്കൗണ്ട് ആണ്. അതുകൊണ്ട് ഒറ്റ കോളേ നമ്മൾ എമൗണ്ടിന് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ, കമ്പൈൻ ചെയ്തൊന്നും വരയ്ക്കണ്ട. അപ്പൊ ഇത് പാർട്ട്നേഴ്സിന്റെ ആണ്. അതുകൊണ്ടാണ് അവരുടെ ഓരോരുത്തരുടെയും കോളം നമ്മൾ സെപ്പറേറ്റ് എമൗണ്ടിന് വേണ്ടി കൊടുത്ത് കമ്പൈൻ ചെയ്ത് വരയ്ക്കുന്നത്. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നമ്മൾ വരയ്ക്കുന്നത് എപ്പോഴാണ്? നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ക്യാപിറ്റൽ അക്കൗണ്ടിനെ പറഞ്ഞിട്ടുള്ളൂ, ബട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രോഫിറ്റ് ബിഫോർ ആണ്. അപ്പൊ മസ്റ്റ് ആയിട്ടും നമ്മളുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ എങ്കിൽ പോലും നമ്മൾ മസ്റ്റ് ആയിട്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കണം. കാരണം ഈ സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇതെല്ലാം ചാർജ് ചെയ്യുന്നതിന് മുൻപുള്ള പ്രോഫിറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ പ്രോഫിറ്റ് യഥാർത്ഥത്തിലുള്ള പ്രോഫിറ്റ് അല്ല. അതുകൊണ്ട് നമുക്ക് ആക്ച്വൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് വെച്ച്. അതാണ് നമുക്ക് ബിഫോർ. ആഫ്റ്റർ ആണെങ്കിൽ മക്കൾ ഈ അക്കൗണ്ട് വരയ്ക്കണ്ട കേട്ടോ. അപ്പൊ ഈ എമൗണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ പാർട്ട്നേഴ്സിന് അവരുടെ റേഷ്യോയിൽ വീതിച്ചു കൊടുത്താൽ മതി. ബിഫോർ ആണെങ്കിൽ ഇത് വരയ്ക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഈ തന്നേക്കണ പ്രോഫിറ്റ് വെച്ച് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് കറന്റ് അക്കൗണ്ടിന്റെ ഓപ്പോസിറ്റ്, കറന്റ് അക്കൗണ്ടിലെ അഡ്ജസ്റ്റ്മെന്റുകളുടെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ എഴുതുന്നത്. ഇവിടെ സാലറി തന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് സാലറി നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റിൽ എഴുതും. അഡ്ജസ്റ്റ്മെന്റ് മാത്രം, കറന്റ് അക്കൗണ്ട് ഒന്നും എടുക്കുന്നില്ല, അഡ്ജസ്റ്റ്മെന്റ് മാത്രമേ നമുക്ക് ഇവിടേക്ക് ആവശ്യമുള്ളൂ. അപ്പൊ കമ്മീഷൻ വരണം. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈ സൈഡിൽ വരണം. ഷെയർ ഓഫ് പ്രോഫിറ്റ് നമ്മൾ എടുക്കില്ല, കാരണം നമുക്ക് ആഫ്റ്റർ ആണെങ്കിൽ നമ്മൾ ഇത് വീതിക്കുന്നത്, ബിഫോർ ആണെങ്കിൽ നമ്മൾ ഇനി കണ്ടുപിടിച്ചിട്ടാണ് അത് എഴുതുന്നത് കേട്ടോ. പിന്നെ ഇവിടെ കിടക്കുന്ന ഡ്രോയിങ്സ് ഇങ്ങോട്ട് എടുക്കാൻ പാടില്ല. എപ്പോഴും കുട്ടികൾ തെറ്റിക്കുന്നതാണ്. ഏതാ? ഡ്രോയിങ്സും കൂടി എടുത്ത് എഴുതും. അപ്പൊ ഓർത്ത് വയ്ക്കാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ഡ്രോയിങ്സ് എടുക്കാൻ പാടില്ല. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് മാത്രമേ എടുക്കാവൂ കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇത് ബാലൻസ് ചെയ്യും. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ചെയ്തിട്ട് ഇവിടെ കിട്ടുന്ന ആൻസർ, ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ കിട്ടൂലോ. ഇതാണ് നമ്മൾ പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കുന്നത് കേട്ടോ. അത് നമ്മൾ അവരുടെ റേഷ്യോയിൽ പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കും. അതാണ് ഈ വീതിച്ചു കൊടുക്കുന്നതാണ് നമ്മൾ ഇവിടെ എഴുതുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റ്. ലോസ് ആണെങ്കിൽ ഈ സൈഡിലായിരുന്നു കൂടുതലെങ്കിൽ നമ്മൾ ഇവിടെ ആയിരിക്കും എഴുതുന്നത്. അപ്പൊ ഇങ്ങോട്ട് എഴുതും. അപ്പൊ ബിഫോർ ആണെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അവിടെ നമ്മൾ വീതിക്കുന്ന എമൗണ്ട് ആണ് ഇവിടേക്ക് എടുത്തെഴുതുന്നതെന്ന് ഓർത്ത് വെക്കാം. ഇതിന്റെ പ്രോബ്ലം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. അപ്പൊ എല്ലാവരും ഉഷാസ് അക്കൗണ്ടിങ് സ്കൂൾ എന്ന എന്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്യാം. അപ്പൊ സ്റ്റാർട്ടിങ് മുതൽ എല്ലാവരും നല്ല ഭംഗിയായിട്ട് എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പ് തരാണ്.
കഴിഞ്ഞ വർഷത്തെ എൻ്റെ റിസൾട്ട് വന്നപ്പോൾ +2 റിസൾട്ട് വന്നപ്പോൾ എൻ്റെ അടുത്ത് പഠിച്ച കുട്ടികൾക്ക് എല്ലാവർക്കും നല്ല ടോപ്പ് മാർക്കാണ് അവർ വാങ്ങിച്ച് പാസ്സായിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കും അങ്ങനെ സാധിക്കും. സ്റ്റാർട്ടിങ്ങിലെ എൻ്റെ ക്ലാസ് ഫോളോ ചെയ്തോളൂ കേട്ടോ. ഓക്കെ.